സംഭവം കുറച്ച് നോയ്സി ആണെങ്കിൽ കൂടി ഇതിൻ്റെ മുകളിൽ നിന്ന് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഒരുപാട് കാഴ്ചകൾ നമുക്ക് ഇവിടുന്ന് കിട്ടും. ഹലോ എവ്രിവൺ, ഇറ്റ്സ് മീ ജലീൽ സാക്ക് ഫ്രം ടെക് ട്രാവൽ ആൻഡ് ടേസ്റ്റ്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ചേരുന്നു ബിനോജ്. ബിനോജ് ബഹ്റൈനിലെ ഒരു ബ്ലോഗറാണ്. നിങ്ങൾക്ക് കാണാം ബിനോജ് ടി എ അല്ല ബിനോജ് ടി എ എന്നടിച്ചു കഴിഞ്ഞാൽ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ബഹ്റൈനെ സംബന്ധിച്ച് ബഹ്റൈനിലെ പല ലോക്കൽ പ്ലേസുകളിലെല്ലാം യാത്ര ചെയ്ത് വീഡിയോ ചെയ്തൊരു വ്യക്തിയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ബിനോജിൻ്റെ ചാനൽ കാണണം. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ഇന്നിപ്പോൾ ഞങ്ങളൊന്ന് മീറ്റ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ബിനോജും ഫ്രീ ആണ്, ഞാനും ഫ്രീ ആയിരുന്നു. ഇന്ന് ഫ്രൈഡേ ഒക്കെ ആയിട്ട് രണ്ടുപേർക്കും ഓഫാണ്. അപ്പോൾ ഒന്ന് മീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ മീറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു ബ്ലോഗറെ സംബന്ധിച്ചിടത്തോളം വീഡിയോ ചെയ്യുക എന്നത് അതാണല്ലോ അതിൻ്റെ ഒരു ഇത് അല്ലേ ബിനോജ്? ഓക്കെ, അപ്പോൾ ഒരു വീഡിയോ എന്തായാലും ചെയ്യാം. ഒപ്പം തന്നെ ഞങ്ങളിവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സ്ഥലങ്ങളെക്കുറിച്ച്, മീൻസ് ബഹ്റൈൻ സിറ്റി, അത് ഞങ്ങളിതുവരെ ചെയ്തിട്ടില്ല, രണ്ടുപേരും ചെയ്തിട്ടില്ല. അപ്പോൾ എന്തായാലും ബഹ്റൈൻ സിറ്റി നിങ്ങളെ ഒന്ന് കാണിക്കാം, ഒന്ന് നടന്ന് കാണിക്കാം എന്നതാണ് ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തായാലും ബാക്കി വീഡിയോയിൽ കാണാം. എൻ്റെ പിറകിലുള്ള ലൈറ്റുകളൊക്കെ നിങ്ങൾ കണ്ടില്ല. ഇത് ബഹ്റൈൻ നാഷണൽ ഡേ ആയിട്ട് അലങ്കരിച്ച ലൈറ്റുകളാണ്. ഇപ്പോഴും ഇത് റിമൂവ് ചെയ്തിട്ടില്ല. സംഭവം കുറച്ച് നോയ്സി ആണെങ്കിൽ കൂടി ഇതിൻ്റെ മുകളിൽ നിന്ന് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഒരുപാട് കാഴ്ചകൾ നമുക്ക് ഇവിടുന്ന് കിട്ടും. നടന്ന് അവസാനത്തെ ഈ കിഡ്സ് കിങ്ഡം പാർക്കിന്റെ തൊട്ട് മുന്നിലെത്തി. ഇത് എന്തായാലും ഞങ്ങൾ അകത്തൊന്ന് കയറി നോക്കിയാട്ടെ. അപ്പോൾ ഗായ്സ്, ഞങ്ങളെന്തായാലും ഇനി ഇവിടെ തിരിച്ചു പോകാൻ ചീറ്റി പോയി. കാരണം എന്താ വെച്ചാൽ അവിടെ കിഡ്സിൻ്റെ പാർക്ക് ആയതുകൊണ്ട് ഫാമിലിക്ക് മാത്രമേ ഉള്ളൂ, ഫാമിലി അതുപോലെ കിഡ്സുകൾക്കും മാത്രമേ ഉള്ളൂ അവിടെ അലോഡ് ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ പുറത്തുനിന്നുള്ള ഒന്ന് രണ്ട് കാഴ്ചകളാണ് ഇപ്പോൾ എടുത്തത്. എന്തായാലും പാർക്ക് കുഴപ്പമില്ല, അത്യാവശ്യം ആളുകളൊക്കെ ഇവിടെ വരുന്നുണ്ട്. നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് വരുന്നവർക്ക് നല്ല പ്ലേസ് ആയിരിക്കും. എന്തായാലും ഇതുവഴി പോകുമ്പോൾ ഫാമിലി ആയിട്ട് ഒന്ന് കയറാൻ പറ്റാന്നുണ്ടെങ്കിൽ കയറാം. ഉള്ളിലേക്ക് പ്രത്യേകിച്ച് ടിക്കറ്റ് ചാർജ് ഒന്നുമില്ല. ഓരോ റൈഡ്സുകളൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ മാത്രം ചാർജ് ചെയ്താൽ മതി. ഗായ്സ്, അപ്പോൾ ഞങ്ങൾ പുറത്തുനിന്ന് അകത്തെ കാഴ്ചകളൊക്കെ കുറച്ചൊക്കെ എടുത്തു. ഇതിൽ നിങ്ങൾക്ക് കാണാം, നല്ല അടിപൊളി പ്ലേസ് ആണ്. ഫാമിലി ആയിട്ട് വന്നാൽ സിമ്പിളായിട്ട് അതിൻ്റെ അകത്തേക്ക് കയറാം. കുട്ടികൾക്കൊക്കെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ പറ്റിയ അടിപൊളി പാർക്കാണ്. ഞങ്ങൾ കിഡ്സ് പാർക്കിൻ്റെ തൊട്ട് സൈഡിലായിട്ട് വേറൊരു വലിയൊരു പാർക്കുണ്ട്. ഇവിടെ നമുക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കണ്ട ഒരുപാട് ഏരിയ ഉണ്ട്. ഇവിടെ വന്ന് ഇരിക്കാനും ഒക്കെ ആയിട്ട് നല്ല ആൾക്കാരൊക്കെ ഇവിടെ വരുന്നുണ്ട്. ഒരുപാട് അതെ, നമുക്ക് നല്ല ടൈം പാസ് ആണ്. ഇപ്പോൾ ഞങ്ങൾ ഒരുപാട് ലേറ്റ് ആയി, എന്നാൽ പോലും നല്ല രസമുണ്ട്. ആളുകൾ ഒരുപാട് പേര് ഇവിടെ ഇരിക്കുന്നുണ്ട്. പരമ്പരാഗത ശൈലിയിൽ മരം കൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള കുറേ ബോട്ടുകൾ ഈ സൈഡിലായിട്ടുണ്ട്. പക്ഷെ ഇരുട്ടായതുകൊണ്ട് കാണാൻ പറ്റുന്നില്ല. ഇനി വേറൊരു ദിവസം വരുമ്പോൾ ഇത് മൊത്തം ഞങ്ങൾ എടുക്കാനായിട്ട് നോക്കുന്നുണ്ട്.
ഫ്രണ്ട്സുകൾ വന്ന് നമ്മളെ പിക്ക് ചെയ്തിരിക്കുകയാണ്. ഇപ്പം ഞങ്ങളിപ്പോൾ അവരുടെ കൂടെയാണ് പോയിട്ടിരിക്കുന്നത്. എവിടെയാണ് നമ്മൾ പോകുന്നത്? കേരള സമാജം. ഓക്കെ, അങ്ങനെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോകാനുണ്ട്. അപ്പൊ എന്തായാലും അതും കൂടി കഴിഞ്ഞിട്ടാണ് ഇനി വീട്ടിൽ പോവുള്ളൂ. ഗായ്സ്, ഇതാണ് നമ്മുടെ ചങ്ക് പടി മിസ്റ്റർ ഇസ്മായിൽ. ആളൊരു ഫ്രീക്കറാണ്. പിന്നെ അത്യാവശ്യം ഫ്ലൂട്ട് വായിക്കും നന്നായിട്ട്. എവിടെ പോകുമ്പോഴും ഉണ്ടാവും കൂടെ കയ്യിൽ ഫ്ലൂട്ട് ഉണ്ടാവും. ആശാന്റെ അത് കാണിക്കുന്നേറെ. ദിസ് ഈസ് മിസ്റ്റർ ഷമീർ. വിനോജ് ഇവിടെ നിന്ന് പോവാണ്. വിനോജിന്റെ റൂം എത്തി. അപ്പൊ ഞങ്ങൾ ഇവിടെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി റൂമെത്തി. ഞാനിവിടെ ഇറങ്ങാണ്. സൽമാബാദിൽ എന്നെ ഡ്രോപ്പ് ചെയ്തു. അപ്പോൾ എല്ലാവരും ജലീലിന്റെ വീഡിയോയിൽ എന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അത് കാണാൻ മറക്കരുത്. ഓക്കെ, എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക വിനോജിന്റെ ചാനലിന്. ഓക്കെ വിനോജ്, അപ്പോൾ ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അങ്ങനെ ഗായ്സ്, ഞങ്ങളിതാ ബഹ്റൈനിലെ ഐക്യൻ്റെ ബ്രാഞ്ചിൽ എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് 1-2 കിച്ചൺ ആക്സസറീസ് എൻ്റെ ഫ്രണ്ടിന് എടുക്കാണ്ട്, അതുകൊണ്ട് വന്നതാണ് ഇങ്ങോട്ട്. അപ്പോൾ എന്തായാലും ഞങ്ങൾ അകത്തൊന്ന് കയറിയിട്ട് വരാം. ഞങ്ങളങ്ങനെ ഐക്യയിൽ നിന്ന് ഇറങ്ങി. ഇത് ശരിക്കും ഒരു സ്വീഡിഷ് കമ്പനിയാണ്. മെയിനായിട്ടും ഹോം അപ്ലയൻസ് അതുപോലെ കിച്ചൺ ആക്സസറീസാണ് ഏറ്റവും കൂടുതൽ ഇതിൻ്റെ അകത്ത് കാണാൻ സാധിച്ചത്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള ഒരു വലിയൊരു മൾട്ടി മില്യൺ കമ്പനി തന്നെയാണ് ഐക്യ. അത് ബഹ്റൈനിലെ ബ്രാഞ്ചിലാണ് ഇപ്പോൾ ഞങ്ങൾ പോയത്. അപ്പോൾ ഗായ്സ്, ഞങ്ങളങ്ങനെ ഐക്യയിൽ നിന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ എന്തായാലും വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. ബഹ്റൈൻ കാഴ്ചകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇതുപോലെയുള്ള കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരേക്കും till then you take care. Thank you for watching Tech Travel and Taste. Bye bye.